നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കിയ 75 കർമ്മ പദ്ധതികളുടെ ഭാഗമായി സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ ലോഗോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. നെല്ലിമറ്റം സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കിയ 75 കർമ്മ പദ്ധതികളിൽ ആരോഗ്യ സംരക്ഷണത്തിന് കരുതൽ നൽകി നടത്തിവരുന്ന 4ാമത് മെഡിക്കൽ ക്യാമ്പ് തൃപ്പൂണിത്തുറ ലോഗോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചു. ചെവിയുമായി ബന്ധപ്പെട്ട കേൾവിയുടെ ന്യൂനതകൾ തുടക്കത്തിലെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് നിയന്ത്രിക്കാവുന്നതാണെന്നും കേൾവിക്കുറവ് പരിഹരിക്കാവുന്ന ഒന്നാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നും മറ്റേതൊരു ശാരീരിക വൈകല്യങ്ങളെയും പോലെ തന്നെയാണ് കേൾവിക്കുറവെന്നും ഫലപ്രദമായ ചികിത്സയിലൂടെ ഈ വൈകല്യം ശാശ്വതമായി പരിഹരിക്കാവുന്നതാണെന്നും സെന്ററിലെ ഓഡിയോളജിസ്റ്റ് മറിയം മായ ജോണി പറഞ്ഞു. ഒന്ന് ഇൻഫെക്ഷൻ മൂലം കേൾവിക്കുറവ് ഉണ്ടാവുക, അത് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റോ പെട്ടെന്ന് കിട്ടുന്ന അടി മൂലം ഉണ്ടാകുന്ന കേൾവിക്കുറവുകൾ, അതൊക്കെ നമുക്ക് മരുന്ന് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ആ കേൾവിക്കുറവുകൾക്ക് വരും. പിന്നെ വരുന്നത് പ്രായമാവുന്നിടത്തോളം ഞരമ്പിന് വീക്കം വന്നിട്ട് വരുന്ന കേൾവിക്കുറവുകൾ, ആ കേൾവിക്കുറവുകൾക്ക് നമ്മൾ സാധാരണ കേൾവി സഹായികളാണ് ഉപയോഗിക്കുന്നത്. നാടിനും പൊതുസമൂഹത്തിനും വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുക വഴി നെല്ലിമറ്റം യു പി സ്കൂൾ മറ്റുള്ളവർക്ക് മികച്ചൊരു മാതൃകയായി തിരികെയാണ് എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ടീന ടിനു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേൾവി നിർണയ ക്യാമ്പാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്കൊക്കെ വരുവാനും അതുപോലെ തന്നെ ഇത്രയും നല്ല സൗകര്യം നമ്മളുടെ നെല്ലിമറ്റത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാർക്ക് നേടിക്കൊടുക്കുവാനും വേണ്ടി ജോയ് സാറ് ഇത്രയും നല്ലൊരു സേവനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജോയ് പോൾ, മോളി ടി തരിയത്ത്, ഷീജ ജിയോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ വിനു ജോർജ് സ്വാഗതവും സരിത അഗസ്റ്റിൻ കൃതജ്ഞതയും പറഞ്ഞു. കെ.സി. മാത്യൂസ്, ജോർജ് മങ്ങാട്ട്, ബിനി ജെയിംസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പേരാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.